എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ദുബായിക്ക് പോകണം. 6 വർഷത്തിന് ശേഷം കേട്ടോ ദുബായിക്ക് പോണേ. അപ്പോൾ ദുബായിക്ക് പോകുമ്പോൾ ഇപ്രാവശ്യം വിസയൊന്നും വേണ്ടി വന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ടൈമോ പോകാൻ പറ്റിയ കിടിലൻ ടൈമാട്ടോ. ക്ലൈമറ്റ് വൈസ് ആയാലും എല്ലാം കൊണ്ടും ഒരു അടിപൊളി സമയമാണ്. അപ്പോൾ ദുബായി പോകുമ്പോൾ നമുക്ക് കാണേണ്ട സ്ഥലങ്ങളും ഞാൻ ദുബായിക്ക് പോയ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. അല്ല പിന്നെ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ആയിരുന്നു. 4:30 ഫ്ലൈറ്റ്. അപ്പോൾ 1 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അമ്മച്ചിയോടൊക്കെ യാത്ര വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. അപ്പച്ചൻ്റെ അനിയൻ ടോമി ഫാമിലിയോട് കൂടിയാണ് എയർപോർട്ടിൽ കൊണ്ടുവന്നാക്കിയത്. അങ്ങനെ ചെക്കിങ്ങിലൊക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറി കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഫ്ലൈറ്റാട്ടോ എമിറേറ്റ്സ്. അതുപോലെ അതിനകത്ത് ട്രാവൽ ചെയ്തവർക്ക് അറിയാൻ പറ്റും, ഒരു കിടിലൻ ഫ്ലൈറ്റാണ്. അതിൻ്റെ അകത്തുള്ള ആംബിയൻസ് തന്നെ നമുക്കൊന്ന് കാണണം കേട്ടോ. ഫ്ലൈറ്റ് ഫുള്ളായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ലെഗ് സ്പേസ് ആയാലും എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം ആയാലും ഫുഡായാലും ഒന്നും പറയാനില്ല. ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടില്ലേ. ക്രിസ്മസിന് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ആകാശത്തിന് നക്ഷത്രങ്ങൾ നിൽക്കണവരാണ്. റൂഫൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ എന്തോരം മൂവീസാന്ന് പറയാമോ. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് വെച്ചില്ല. ദോശയും ഉരുളക്കിഴങ്ങുള്ള സബ്ജിയും ചമ്മന്തിയൊക്കെ ആയിരുന്നു. അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് സിനിമയെ പകുതി കണ്ട് കയറി കിടന്ന് തുടങ്ങി കേട്ടോ. ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് കണ്ടുകൊണ്ട് നോക്കിയപ്പോഴേക്കും നേരം വെളുത്തു തുടങ്ങി. അതൊക്കെ ദുബായൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ. എന്താ ഒരു ഭംഗി എന്ന് പറയുമ്പോൾ എനിക്ക് ദുബായിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷമാണ്. ഞാൻ എൻ്റെ ഗൾഫ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തത് UAE അബുദാബിയിൽ നിന്നായിരുന്നു. അബുദാബിയും ദുബായും അതിൻ്റെ ഒരു സന്തോഷവും അവൾ കാണുമ്പോൾ കിട്ടുന്നൊരു സുഖം എന്ന് പറഞ്ഞില്ലേ, അത് വേറെ ഒന്നാട്ടോ. രാവിലെ 6:55 സമയം. അപ്പോഴേക്കും ദുബായിൽ ലാൻഡ് ചെയ്തു. അപ്പോൾ ഈ പ്രാവശ്യം ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എയറോ ബ്രിഡ്ജിൻ്റെ അവിടേക്ക് പോയില്ല, വേറെ എവിടെയോ കൊണ്ടുവന്ന് നിർത്തിയേ. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് അവരുടെ ബസ്സിലാണ് നമ്മളെ അറൈവൽ ടെർമിനലിലേക്ക് കൊണ്ടുപോയി കേട്ടോ. പിന്നെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങണതിൻ്റെ തിക്കും തിരക്കൊക്കെ സാധാരണ മലയാളീസ് മാത്രമല്ല എല്ലാ നാട്ടുകാരും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ അവരുടെ ബസ്സിൽ കയറി നേരെ അറൈവലിൻ്റെ അവിടേക്ക് പോകണം. അങ്ങനെ അറൈവൽ സെക്ഷനിലെത്തി. ഇനി നമുക്ക് വിസ എടുക്കണം. അപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോയിക്കുമ്പോൾ അവിടെ ഓണറിൽ വിസ സെക്ഷൻ ഉണ്ട്. അവിടെ കുറച്ച് നേരം ക്യൂ നിന്നു. പിന്നെ അവിടുത്തെ ഒരു ഓഫീസർ വന്ന് പാസ്പോർട്ട് നോക്കിയപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് വിസയുടെ ആവശ്യമില്ല, നേരെ എമിഗ്രേഷൻ സെക്ഷനിലേക്ക് പോകാൻ പറഞ്ഞു. എമിഗ്രേഷൻ കൗണ്ടറിൽ ചെന്ന് പാസ്പോർട്ടൊക്കെ കൊടുത്തിട്ട് അവർ ഫോട്ടോ എടുത്തപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് ഇവിടുന്ന് പോയേ, ഇവിടെ ഉണ്ടായിരുന്നുള്ളത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പാസ്പോർട്ടിനകത്ത് എൻട്രി സ്റ്റാമ്പ് ചെയ്തിട്ട് മബ്രൂക്കിന് തോളത്ത് കെട്ടിയിട്ട് ഒരു ട്രാവൽ സിമ്മും 10 GB ഡാറ്റയും കിട്ടിട്ടോ. എന്താന്ന് നോക്കണല്ലേ ദുബായിയുടെ ആ ഒരു സ്നേഹം. പിന്നെ ഞാൻ കുറച്ച് കറൻസി ചേഞ്ച് ചെയ്യാനായിരുന്നു. ഒരു 200 ദിറംസ് ക്യാഷായിട്ട് കയ്യിൽ വെച്ചു. അത് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉപയോഗിക്കണമല്ലോ. പിന്നെ എയർപോർട്ട് പറയാനില്ല കേട്ടോ. എന്താ ഒരു ബ്യൂട്ടി എന്ന് പറയുമ്പോൾ, ഡ്യൂട്ടി ഫ്രീ എന്നൊക്കെ പറഞ്ഞാൽ ഇത് ചെറിയൊരു ഡ്യൂട്ടി ഫ്രീ ആണ്. എന്നാലും കുറച്ച് നേരം ചുറ്റിക്കറി നടന്നു. ലഗേജ് കിട്ടാൻ കുറച്ച് ഡിലേ. ലഗേജ് കിട്ടി അറൈവലിൻ്റെ അടുത്ത് പുറത്തേക്ക് ഇറങ്ങിട്ടോ. പുറത്തേക്ക് ഇറങ്ങിയാലും നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് എയർപോർട്ടിൻ്റെ അകമാണോ പുറമാണോ എന്ന് മനസ്സിലാവും. അത്ര ഭംഗിയായിട്ടാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കണത്. ഇനി ഇവിടെ നിന്നാണ് നമുക്ക് ടാക്സി, ഊബർ, പബ്ലിക് ട്രാൻസ്പോർട്ട് എല്ലാം നമുക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ. ഇപ്പോൾ ഈ കാണുന്നുണ്ടല്ലോ മെട്രോ, ഇതുവഴി നമ്മൾ എസ്കലേറ്റർ വഴി മോളിൽ പോകണം. ഇവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് മെട്രോ സ്റ്റേഷനായിട്ട് ലിങ്ക് ആണ് എയർപോർട്ട്. അത് കഴിഞ്ഞ് നമുക്ക് ടിക്കറ്റ് എടുക്കണം കേട്ടോ. അപ്പോൾ ഒരു ടിക്കറ്റ് ഒരു കാർഡ്, ട്രാവൽ കാർഡ്, അത് വെച്ച് ദുബായിലത്തെ കംപ്ലീറ്റ് പബ്ലിക് ട്രാൻസ്പോർട്ടുകളിലും നമുക്ക് ഈ കാർഡ് യൂസ് ചെയ്യാൻ പറ്റും. ഒരു ചെറിയൊരു എമൗണ്ട് കാർഡ്, ഈ അങ്ങനത്തെ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് ക്രെഡിറ്റ് എമൗണ്ട് ഉണ്ടാവും. അത് വെച്ച് നമുക്ക് ട്രാവൽ ചെയ്യാം. പിന്നെ മെട്രോ സ്റ്റേഷനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല കേട്ടോ. 2 ലൈനുള്ളൂ, ഒന്ന് ഗ്രീൻ ലൈനും റെഡ് ലൈനും. റെഡ് ലൈനിലാട്ടോ എയർപോർട്ടൊക്കെ ഇരിക്കണേ. ഇതാണ് പ്ലാറ്റ്ഫോമിൽ ചെല്ലുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഗ്ലാസ് ഇട്ട് കവർ ചെയ്ത് വെച്ചാൽ കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെയിൻ വന്നതിന് ശേഷം മാത്രമേ പ്ലാറ്റ്ഫോമിൻ്റെ അവിടുത്തെ ഡോർ ഓപ്പൺ ആവുള്ളൂ. ആ ഡോർ ഓപ്പൺ ആയതിനു ശേഷം മാത്രമേ ട്രെയിനിൻ്റെ ഡോർ ഓപ്പൺ ആവുള്ളൂ. അങ്ങനെ നമുക്ക് അകത്ത് തരാൻ പറ്റും. നമ്മുടെ നാട്ടിലെ പോലത്തെ വേറെ എവിടത്തെ പോലെ നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് പ്ലാറ്റ്ഫോമിൽ എത്തിക്കഴിഞ്ഞാൽ ട്രെയിനിലേക്ക് കയറാൻ പറ്റില്ല. ഇതെല്ലാം അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് വെച്ചത് കേട്ടോ. അങ്ങനെ നമുക്ക് പോലെ ട്രെയിൻ എത്തിയിട്ടുണ്ട്. പിന്നെ ദുബായ് മെട്രോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡ്രൈവർ ഇല്ലാത്ത മെട്രോ കേട്ടോ. മെട്രോ കയറി ചുറ്റിക്കറിയാൻ തന്നെ ദുബായ് മൊത്തം നമുക്ക് കാണാൻ പറ്റും, ഒരു അറ്റം തുടങ്ങി അങ്ങറ്റം വരെ. പിന്നെ വീഡിയോയുടെ തുടക്കം ഞാൻ പറഞ്ഞ പോലെ ദുബായിലൊക്കെ വന്നിട്ട് ഇപ്പോൾ ദുബായിൽ DSFൻ്റെ സമയമാണ്. അപ്പോൾ ഒത്തിരി പേര് 2-3 ദിവസത്തേക്കൊക്കെ ദുബായിൽ വരാറുണ്ട്. അപ്പോൾ ഈ സ്ഥലങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുത് കേട്ടോ. ദുബായ് ഫ്രെയിം, മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ, ദുബായ് മാള്,
ബുർജ് ഖലീഫ. ഇതൊക്കെ കണ്ടിരിക്കേണ്ട സംഗതികൾ കേട്ടോ. ഇവിടേക്ക് വരാൻ മെട്രോ സർവീസ് ഉണ്ട്, പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത് ആരും മിസ് ചെയ്യരുത്. പിന്നെ വേറെ കാണാനുള്ള സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എയർപോർട്ടിൽ നിന്ന് നേരെ അക്കോമഡേഷനിലേക്കാണ് പോകുന്നത്. കോട്ടിയാട് ബൈ മാരിയറ്റ് എന്ന് പറഞ്ഞ ഹോട്ടൽ എനിക്ക് ബുക്ക് ചെയ്തത്. എൻ്റെ ഒരു ഫ്രണ്ട് ഡിക്സൺ ഉണ്ട്, ഞങ്ങൾ ഒരുമിച്ചാണ് ഗൾഫ് ലൈഫൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പുള്ളിയാണ് ഈ ഹോട്ടലും കാര്യങ്ങളെല്ലാം എനിക്ക് അറേഞ്ച് ചെയ്തത്. ഹോട്ടലിനെ കുറിച്ച് പിന്നെ പറയേണ്ട ആവശ്യമില്ല, അടിപൊളിയാണ്. ചെക്കിനെല്ലാം കഴിഞ്ഞ് പിന്നെ അവരുടെ സ്റ്റാഫ് തന്നെയാണ് നമ്മളെ റൂമിലേക്ക് കൊണ്ടുവന്നാക്കിയതും ലഗേജൊക്കെ കൊണ്ടുവന്ന് വെച്ചത് കേട്ടോ. റൂമിൻ്റെ സെറ്റപ്പൊക്കെ കൊള്ളാട്ടോ, നല്ല ഭംഗിയായിരുന്നു. പിന്നെ റൂമിലെത്തിപ്പിക്കുന്ന സമയം 9:30, ട്രെയിനൊക്കെ എടുത്ത് വന്ന കാരണം ലേറ്റായി. പെട്ടെന്ന് കുളിച്ച് ഫ്രഷായിട്ട് നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. 10:30 ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൗണ്ടർ ക്ലോസ് ചെയ്യും. റെസ്റ്റോറൻറ്റിൽ വന്ന് കയറി കഴിയുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയി. ഇത് എന്തൊരു സംഭവം എന്ന് അറിയാൻ വേണ്ടിയില്ല കേട്ടോ. വിശാലമായൊരു ഷോറൂം പോലെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എടുക്കണേ. എൻ്റെ പൊന്നോ, എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തില്ല. ഏകദേശം 1 മണിക്കൂർ സമയം ഞാൻ അവിടെ ഇരുന്നു കേട്ടോ. എല്ലാ തരത്തിലുള്ള വെറൈറ്റി ഫുഡുകളുണ്ടായി. ഇന്ത്യൻ ഉണ്ടായിരുന്നു, അറബിക് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ പല തരത്തിലുള്ള ഫുഡുകളായിരുന്നു. പിന്നെ ലൈവായിട്ട് ഓംലെറ്റൊക്കെ ഉണ്ടായി തരുമായിരുന്നു. പിന്നെ എല്ലാം കുറേയൊക്കെ കഴിച്ച് അവിടെ റിലാക്സ് ചെയ്തിരുന്ന് കഴിച്ചു കേട്ടോ. പിന്നെ നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. അതിന് കുറച്ച് സമയമൊക്കെ നമ്മൾ എപ്പോഴും കണ്ടെത്തണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മൾ എവിടെയും ട്രിപ്പ് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊരു എൻജോയ്മെൻറ്റ് കിട്ടുള്ളൂ. എപ്പോഴും നമ്മൾ വീട്ടിൽ നിന്നൊക്കെ അല്ലേ ഫുഡൊക്കെ കഴിക്കണേ. എന്നാൽ പിന്നെ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നേരെ പോയത് ഹോട്ടലിൻ്റെ റൂഫിലേക്ക് കേട്ടോ. അവിടെയാണ് സ്വിമ്മിംഗ് പൂളും അതുപോലെ നൈറ്റുള്ള DJ പാർട്ടിയൊക്കെ നടത്തുന്ന സെക്ഷനും പിന്നെ അതുപോലെ തന്നെ ദുബായൊക്കെ നമുക്ക് മൊത്തം ഇരുന്ന് കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ റൂമിൽ പോയി കയറി കിടന്ന് നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോഴേക്കും നമ്മുടെ ഫ്രണ്ട് എത്തി ഡിക്സൺ. പിന്നെ പുള്ളിയുടെ കൂടെ വി ദുബായ് ക്ലബ് എന്ന് പറഞ്ഞാൽ പുള്ളി വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് പോയി. ശരിക്കും അതൊരു പബ്ബും റെസ്റ്റോറൻറ്റൊക്കെയാണ് സംഭവമാണ്. അതിനകത്ത് അക്കൗണ്ട്സ് മാനേജറായിട്ടാണ് ഡിക്സൺ വർക്ക് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് സീക്രട്ട് ഗാർഡൻ ലോഞ്ച് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. അടിപൊളി സംഭവമാണ്. അതിൻ്റെ അകത്ത് കയറി ചെന്നാൽ നമുക്ക് മനസ്സിലാവുള്ളൂ അതിൻ്റെ വൈബ് എന്താണെന്നുള്ളത്. വീക്കെൻഡൊക്കെ ആയി കഴിഞ്ഞാൽ കാലുകുത്താൻ പോലും സ്ഥലം കിട്ടില്ല എന്ന് പറഞ്ഞാൽ അത്ര തിരക്കാണ്. പുറത്തുള്ള ആർട്ടിസ്റ്റൊക്കെ വന്നിട്ടില്ലേ, അടിപൊളിയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ പണ്ടത്തെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് ഇരുന്ന് ഒരു ബീറും വൈനൊക്കെ കഴിച്ചു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ ദുബായിയുടെ കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.